ജിമ്മിൽ പോവാൻ ആഗ്രഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. ഇവര് ജിമ്മിൽ പോയി നോക്കാറുണ്ട്. പക്ഷെ അവരവിടെ ചെല്ലുമ്പഴ് ഒന്നുകിൽ അവിടുത്തെ ട്രെയിനറിനെ അല്ലെങ്കിൽ അവിടെ ഒത്തിരി മസിലുള്ള ഒരാളിനെ കാണുമ്പഴ് ഇവര് തിരിച്ചു വരും. പിന്നെ അവര് പോകുന്നില്ല. അപ്പോ ഇത് ഇമ്പോസ്റ്റർ സിൻഡ്രോം കാരണാണ്. അവരുടെ ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ് അവിടെ. കാരണം ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ പോകും? എനിക്ക് 10 കിലോ വെയിറ്റ് പോലും എടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് ഇവരെ പിന്നോട്ട് വലിക്കുന്നത്. ഇതിനെ നമുക്ക് ജിംപോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കാം. അപ്പോൾ ഇത് നിങ്ങള് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന ട്രെയിനേഴ്സും, ഈ കാണുന്ന ബോഡി ബിൽഡേഴ്സും ഒരു ദിവസം നിങ്ങളുടെ അതേ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് അവർ അധ്വാനിച്ച് വിയർത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പോയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് 5 kg വെയിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കില്, അല്ലെ 1 മിനിറ്റ് അധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കില് അത് സെലിബ്രേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ പഠിക്കാൻ മടിക്കരുത്. അതായത് ട്രെയിനറിന്റെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടോ വർക്കൗട്ട്സ് ചോദിച്ച് പഠിച്ച് ചെയ്യുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും എത്രത്തോളം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത്. ഇത്രയും മതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ മുതൽ ജിമ്മിൽ പോവല്ലേ നിങ്ങള്?